ദൈവജനത്തിന് മുമ്പിൽ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. ഇന്ന് രാത്രിയിലും ലൈനിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ചില നാളുകളായി ദൈവം അനുവദിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പത്രോസിന്റെ ലേഖനം ധ്യാനിച്ചു വരികയാണ്. പത്രോസിന്റെ രണ്ടാം ലേഖനം, അതിന്റെ 2-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വരുവാനിടയായി. 15-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ദൈവം തന്റെ ജനത്തെ തെറ്റിക്കുവാനായി ഇറങ്ങിത്തിരിച്ച ബാലാം അല്ലെങ്കിൽ ബിലയാമിനെ എപ്രകാരമാണ് ദൈവം ഡീൽ ചെയ്തതെന്നും അവിടെ നമ്മളൊരു പ്രധാന കാര്യം ചിന്തിച്ചത് 16-ാം വാക്യത്തില് അവൻ അനീതിയുടെ കൂലി കുറച്ചുവെങ്കിലും തന്റെ അകൃത്യത്തിന് ശാസന കിട്ടി, ഉരിയാടെ കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റ്, അതിന്റെ സംഭവം നമ്മൾ നോക്കുമ്പോൾ നമ്പേഴ്സ് സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമുക്കിത് കാണാൻ കഴിയും. പക്ഷെങ്കിൽ അവിടെ ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, ഈ മൃഗത്തിന് ആ ഏഞ്ചലിനെ മനസ്സിലായെങ്കിലും ബിലയാമിന് മനസ്സിലാക്കുവാൻ ഇടയായില്ല. എപ്രകാരം തന്റെ ജനത്തിനു വേണ്ടി ദൈവം ഇറങ്ങി വരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. ഈ അധ്യായത്തിൽ തന്നെ അനീതി ചെയ്യുന്നവർക്കെതിരെയുള്ള ദൈവിക ന്യായവിധി കാണുമ്പോൾ തന്നെ നീതിമാന്മാരായി നിൽക്കുന്നവരെ ദൈവം എപ്രകാരം രക്ഷിക്കുന്നുവെന്നും നമുക്ക് നോഹയുടെയും അപ്രകാരം തന്നെ ലോത്തിന്റെയും അനുഭവത്തിലൂടെ കാണാൻ കഴിയും. ഇവിടെ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായി മിദ്യാന്യ രാജാവായ ബാലാക്ക് കൂലിക്ക് വിളിച്ച ബിലയാം എന്ന പ്രവാചകനെ തടുക്കുവാൻ വേണ്ടി ദൈവം തന്നെ ഇറങ്ങി വന്ന് തന്റെ ജനത്തെ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ ആ പ്രവാചകനെ തടുക്കുവാനായി, കള്ളപ്രവാചകനെ തടുക്കുവാനായി ദൈവം ഇറങ്ങി വന്നു എന്നുള്ളത് നമുക്കും ഇക്കാലങ്ങളിൽ വളരെ ആശ്വസിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവം എപ്രകാരം തന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ കൺസേൺഡ് ആണ് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു വിഷയമാണ്. മുന്നോട്ട് പോകട്ടെ. 17-ാം വാക്യത്തില് ഈ കള്ളപ്രവാചകന്മാർ അല്ലെങ്കിൽ ജനത്തെ തെറ്റിക്കുന്നവർ, നമ്മൾ ആ വാക്കുകൾ തുടർച്ചയായിട്ട് എടുക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു വിരക്തി തോന്നാം. എന്നാൽ അതൊരു യാഥാർത്ഥ്യമായതുകൊണ്ടാണ് ദൈവജനത്തിൽ അപ്രകാരം എഴുതി വച്ചിരിക്കുന്നത്. അതായത് ദൈവജനത്തെ തെറ്റിക്കുന്ന ആ അനുഭവമുള്ളവരെ എപ്രകാരം ഒക്കെ അവിടെ കമ്പയർ ചെയ്യുന്നു എന്നുള്ളത് യൂദയുടെ ലേഖനമായി നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് അവിടെയും എഴുതിയിരിക്കുന്നത്. അതായത് എംപ്റ്റി പ്രോമിസസ് കൊടുക്കുന്നവർ, അതായത് വെള്ളമില്ലാത്ത കിണറുകൾ, കൊടുങ്കാറ്റ് കൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങൾ, മേഘം കാണുമ്പോൾ മഴ പെയ്യുമെന്ന് തോന്നും, പക്ഷെങ്കിൽ മഴയില്ല. ഫോൾസ് പ്രോമിസസ്. അപ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് നമുക്ക് പ്രധാനം. ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നു, വഴി തെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമ വൃത്തികളാൽ കാമഭോഗങ്ങളിൽ കൊടുക്കുന്നു. 18-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നത്, ഒരു വേള ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നവരെ തെറ്റിക്കുവാനായി ഇവർ മനസ്സു വെക്കുന്നു, അല്ലെങ്കിൽ ഇവർ അവരെ ടാർഗറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? എങ്ങനെയാണ്? അതായത് ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് അത്ര ചെറിയ കാര്യമല്ല. അപ്പോൾ ക്രിസ്തുവിന്റെ അനാദിയിലുള്ള, ദൈവത്തിന്റെ അനാദിയിലുള്ള ക്രിസ്തുവിലുള്ള തെരഞ്ഞെടുപ്പിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു മനുഷ്യനെയാണോ തെറ്റിക്കുന്നത്? അതോ നമുക്കിവിടെ കാണുന്നത് വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവർ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമ വൃത്തികളാൽ. വെറും വമ്പ് എന്ന് പറയുന്നത് ആഴമില്ലാത്ത വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് എംപ്റ്റി വേർഡ്സ്. ഒരു ദൈവവേദനയിലെ എംപ്റ്റി വേർഡ്സ് പറഞ്ഞ് തെറ്റിക്കാൻ സാധിക്കുമോ? അവനിൽ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് ആ ആത്മാവ് വിവേചിക്കുന്ന ആത്മാവല്ല. എന്തും വിശ്വസിക്കുന്നവരാണോ യഥാർത്ഥത്തിൽ ഒരു ദൈവപൈതൽ? ഒരു ദൈവപൈതൽ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വരുമ്പോൾ അവനെ ആക്കുന്നത് ഒരു കുടുംബത്തിലാണ്, ദൈവസഭ എന്ന കുടുംബത്തിൽ. അവിടെ അവനെ ഓരോ ദിവസവും വളർത്തുവാൻ ആവശ്യമായിട്ടുള്ള
സൗകര്യങ്ങൾ ദൈവം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവനെ ദൈവവചനത്തിലൂടെയും പ്രബോധനത്തിലൂടെയും ഗുണീകരണത്തിലൂടെയും ശാസനത്തിലൂടെയും നീതിയിലെ അഭ്യസനത്തിലൂടെയും അവനെ ക്രിസ്തു എന്ന തലയോളം വളർത്തുവാൻ, ക്രിസ്തുവിനോടുള്ള അനുരൂപതയിൽ വളർത്തുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവദാസന്മാർ അവിടെയുണ്ട്. അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്, ഉപദേഷ്ടക്കന്മാരുണ്ട്. ഇങ്ങനെയുള്ളവർ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ഒരു ദൈവവേദനെ വമ്പ് പറഞ്ഞ് തെറ്റിക്കുവാൻ സാധിക്കുന്നത്? അപ്പോൾ ഒന്നുകിൽ ശിശുക്കളായിട്ടുള്ളവർ, ആത്മീയത്തിൽ ശിശുക്കളായിട്ടുള്ളവർ, അവരെയാണ് തെറ്റിക്കുവാൻ സാധ്യതയുള്ളത്. ആത്മീയത്തിൽ മെച്യൂരിറ്റി വന്നവരെ തെറ്റിക്കുവാൻ സാധിക്കുകയില്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും, വൃദ്ധൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റഡ് ആയി ഇരിക്കുന്ന ഒരു വ്യക്തിയാ. അതായത് വൃദ്ധൻ, നാസിർ വ്രതം എന്നുള്ള ഒരു വാക്ക് നമുക്കറിയാമല്ലോ. നാസിർ വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് വേണ്ടി തന്നെത്തൻ സമർപ്പിച്ചവനാ. അവന് അതിൽ കൂടുതൽ ഒരു സ്റ്റെപ്പും അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുക്കാൻ സാധിക്കുകയില്ല. ശിംശോനെ കുറിച്ചൊക്കെ നമ്മൾ അറിയുമ്പോൾ ദൈവത്തിന്റെ ആ വ്യവസ്ഥയിൽ നിന്ന സമയത്ത് അവനെ തോൽപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. അപ്പോൾ വൃദ്ധന്മാരെ തെറ്റിക്കുവാൻ പിശാച് ശ്രമിക്കുന്നു. പക്ഷെ ഇവിടെ ഈസി ആയിട്ട് തെറ്റിക്കുന്നത് വൃദ്ധന്മാരെയല്ല, ശിശുക്കളായിട്ടുള്ളവരെയാണ്. ഇപ്പോൾ ഈ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലെ ചിന്ത അല്ലെങ്കിൽ ടാർഗറ്റ് പത്രോസ് ആരെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ നോക്കിയാൽ, പത്രോസ് പറയുന്നത് ദൈവജനത്തെ തെറ്റിക്കുന്നവരെ കുറിച്ചാണ്. എന്നാൽ താഴോട്ട് വന്നപ്പോൾ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് തെറ്റിപ്പോകുന്നവരെ കുറിച്ചാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് നമുക്കിവിടെ കാണുന്നത്. വഴി തെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ, പുതുതായി രക്ഷിക്കപ്പെട്ട് ശിശുക്കളായിട്ടുള്ള, ആത്മീയത്തിൽ ശിശുക്കളായിട്ടുള്ള, വളർച്ചയില്ലാത്തവരെ അവർ വെറും വാക്ക് പറഞ്ഞ് കൊടുക്കുന്നു എന്നാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇത് വേറൊരു കാര്യമുണ്ട്. നമ്മള് സമുദായ സഭകളിലൊക്കെ നിന്നവരാണ്. എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എങ്കിലും എൻ്റെ പിതാവ് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ദൈവഭാഗത്തേക്ക് വന്നത്. ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്നാണ് എൻ്റെ പിതാവ്. നമ്മളിൽ പലരും അങ്ങനെയുള്ള പല പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ അതിനു മുമ്പേ വരുവാനുണ്ടായ സാഹചര്യം ഓഫ് കോഴ്സ് നമുക്കറിയാം. അനാഥയിലുള്ള ദൈവത്തിന് തെരഞ്ഞെടുപ്പാണെങ്കിലും അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ ചില കാര്യങ്ങൾ ഉപദേശ വൈരുദ്ധ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ്, അത് തെറ്റാണെന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് വേർപെട്ട കൂട്ടായ്മയിലേക്ക് വരുവാൻ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചത്. പക്ഷെ ചോദ്യം തിരിച്ച്, ഇവിടെ വന്നിട്ട് ഉപദേശ വൈരുദ്ധ്യങ്ങൾ കാണുമ്പോൾ അതിനെ എന്തുകൊണ്ട് നമുക്ക് ചോദിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യം. അവിടെ നിൽക്കുമ്പോൾ, അക്കരെ നിന്നപ്പോൾ നമ്മൾ പറഞ്ഞു പലതും അവിടുത്തെ തെറ്റാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ വേർപെട്ട് വന്നത്. പക്ഷെ ഇവിടെ വേർപെട്ടു എന്ന് പറയുമ്പോൾ, വേർപെട്ട അനുഭവത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് ദൈവസഭകളിൽ കടന്നുകൂടിയിരിക്കുന്ന ഉപദേശ വൈരുദ്ധ്യങ്ങൾ പലതാണ്. അതിനെതിരെ എന്തുകൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല? 19-ാം വാക്യത്തിൽ തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യും. ഇത് രസകരമായ കാര്യം. അതായത് ഈ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഫാൾസ് ആയിട്ടുള്ള ആളുകൾ, അവർ വാഗ്ദത്തം ചെയ്യുന്നത്, പ്രോമിസ് ചെയ്യുന്നത് ഭയങ്കര സ്വാതന്ത്ര്യമാണ്, വിടുതലുകളാ വാഗ്ദത്തം ചെയ്യുന്നത്. പക്ഷെ അവർ തന്നെ അടിമത്തത്തിൽ നിൽക്കുക, അവർ തന്നെ ഉപദേശത്തിന്റെ അടിമത്തത്തിൽ നിൽക്കുന്നു, സ്വഭാവത്തിന്റെ അടിമത്തത്തിൽ നിൽക്കുന്നു. ക്രിസ്തു യഥാർത്ഥത്തിൽ അവരിൽ ഉരുവാകാത്തത് കൊണ്ട് അവർക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം അവർ അനുഭവിച്ചിട്ടല്ല, പക്ഷെ അവർ പ്രോമിസ് ചെയ്യുന്നത് സ്വാതന്ത്ര്യം. ഇതിനെ നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പറയുന്നത് അവർ തങ്ങളുടെ നാശത്തിനായി അല്ലെങ്കിൽ തന്നെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനടിമപ്പെട്ടിരിക്കുന്നു. അതൊരു യൂണിവേഴ്സൽ സത്യം. നമ്മൾ തുടർച്ചയായി ഒരു കാര്യത്തിന് നോക്കുവാണെങ്കിൽ അതിന്റെ അടിമയാണ്. ഇതിവിടെ പറയുന്നത് ഒരു പരീക്ഷ എന്നുള്ള ഒരു എക്സാമിനേഷന്റെ കാര്യമല്ല. ഇത് സ്വഭാവത്തിന്റെ കാര്യവും ഇത് പാപപ്രകൃതത്തിന്റെ കാര്യവുമാണ് പറയുന്നത്. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അവൻ അതിന്റെ
ദാസനായിരിക്കുന്നു, അല്ലെ അടിമപ്പെട്ടിരിക്കുന്നു. മുന്നോട്ട് പോകാം. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒരു വാണിംഗ് ആണ്. അതായത് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ, ഒരു ചിത്രം ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. വിട്ടോടിയവർ കുടുങ്ങി ഇപ്പോഴും നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. അതായത് ദൂതൻ പറഞ്ഞു, വിട്ടോടാൻ പറഞ്ഞു, ഓടി, പിന്നെ കൈ പിടിച്ച് വെള്ളി ഇറക്കി ഓടിച്ചു. പക്ഷെ പഴയ കാലത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം, അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇപ്പോഴും തിരിഞ്ഞു നോക്കി ആ പരുവത്തിന് നിപ്പുണ്ട്. ലോത്തിന്റെ ഭാര്യയെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ പറയുന്നുണ്ട്, ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞ പരിജ്ഞാനത്തിന്റെ പൂർത്തിയിലേക്ക് വന്നിട്ടില്ല. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടി. ഞാൻ നിൽക്കുന്ന ഇടം തെറ്റാണ്, ഞാൻ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഉപദേശം തെറ്റാണ്, ഞാൻ പോകുന്ന പോക്ക് തെറ്റാണ്, എന്റെ നടപ്പ് തെറ്റാണെന്നൊക്കെയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടി. ലോകത്തിന്റെ മാലിന്യം വിട്ടോടി. പക്ഷെ വീണ്ടും അതിലേക്ക് തന്നെ കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാളും അധികം വഷളായിപ്പോയി. ഇതൊരു ജനറൽ വാണിംഗ് ആണ്. അതായത് നാം അറിയുന്നതിനനുസരിച്ച് ആ അറിവിനോട് പ്രതികരിക്കുവാൻ ഓരോ വ്യക്തിക്കും കടപ്പാടുണ്ട്. നാം അറിയുന്നതിനനുസരിച്ച് അറിവിനോട് പ്രതികരിക്കണം. അതായത് സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന കാര്യങ്ങൾ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നാട്ടിലിറങ്ങുന്ന ഫേഷ്യൽ ഇതൊക്കെ ഇങ്ങനെ വാട്സാപ്പിൽ ഓരോരുത്തർ വാണിംഗ് ആണെന്ന് പറഞ്ഞ് അയക്കുമ്പോൾ നോക്കും, എന്തോ ഈ വാണിംഗ് എന്ന് നോക്കുമ്പോൾ നാട്ടിലിറങ്ങുന്ന പല ബ്യൂട്ടി പ്രോഡക്ട്സും ശരീരത്തിന് കേട് ചെയ്യുന്നതാ എന്നാണ് പറയുന്നത്. ഇപ്പൊ തന്നെ ഗവൺമെന്റ് ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ പുറത്തിറക്കുന്ന മരുന്നുകളെ നിരോധിച്ചു. നാട്ടില് കൂണുപോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്, കൂണുപോലെ മരുന്നുകളും ഇറക്കുകയാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിന്റെ ജനറിക് ആയിട്ടുള്ള ഒരുപാടങ്ങ് പബ്ലിഷ് ചെയ്യുവാണ്. അതിനൊന്നും ഒരു കൺട്രോൾ ഇല്ലാത്ത നിലയിൽ. അപ്പൊ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഒറിജിനലിന്റെ ഫേക്ക് ആയിട്ടുള്ള കാര്യം ഇറങ്ങുന്നത് കൊണ്ട് ശരീരത്തിന് തന്നെ ദോഷം വരത്തക്ക രീതിയിൽ അത് റിസൾട്ട് ചെയ്യും. അതിന്റെ റിസൾട്ട് ശരീരത്തിന് ദോഷം ചെയ്യും. ഇപ്പോൾ ഫേഷ്യൽ ക്രീം തുടർച്ചയായിട്ട് ഒരാൾ മേടിച്ച് അല്ലെങ്കിൽ വാങ്ങി അപ്ലൈ ചെയ്തത് കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കിഡ്നി വരെ ഡാമേജ് ആയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യും നാട്ടിൽ. അപ്പോൾ ഒരു പഠനം നടത്തിയപ്പോൾ മനസ്സിലായി, ഈ ഫേഷ്യൽ ക്രീമിനകത്ത് അടങ്ങിയിരിക്കുന്ന നിക്കലും കാഡ്മിയം പോലുള്ള അരുതാത്ത വസ്തുക്കളുടെ സാന്നിധ്യമാണ് ഫേഷ്യൽ ക്രീം അപ്ലൈ ചെയ്തപ്പോൾ കിഡ്നിക്ക് ട്രബിൾ ഉണ്ടായത്. അപ്പൊ ഇത് അറിഞ്ഞിട്ടും ഒരാൾ അത് വാങ്ങി പിന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇരിക്കട്ടെ, അപ്പൊ ആ വ്യക്തി എന്തോ പറയുന്നേ? The more you know, the more responsibility you have. നാം അറിയുന്നതിനനുസരിച്ച് ആ അറിവിനോട് നാം പ്രതികരിച്ചില്ലെങ്കിൽ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവും. ദൈവവചനത്തിൽ നമുക്ക് തന്നിരിക്കുന്ന വാണിങ്ങുകളെ നാം പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. ഒരുപക്ഷെ നമുക്കത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, പക്ഷെ പോസിറ്റീവായിട്ട് എടുത്തേ പറ്റുള്ളൂ. ഇവിടെ ഇതാ കണ്ടോ, ഇവരെ ഒരുപക്ഷെ അറിഞ്ഞതാ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞത് നോളജ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു ആണ് യഥാർത്ഥ രക്ഷകൻ, അവിടുന്ന് മാത്രമാണ് മധ്യസ്ഥൻ, അവിടത്തേക്ക് മാത്രമേ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുവാൻ കഴിവുള്ളൂ. ഈ ശുശ്രൂഷയുടെ പേരാണ് നിരപ്പിന്റെ ശുശ്രൂഷ. ദൈവത്തോട് നിരപ്പിക്കുന്ന ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ എന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിരപ്പിന്റെ ശുശ്രൂഷയായി. അതായത് ദൈവവുമായി യാതൊരു റെക്കൺസിൽ ചെയ്യുവാൻ കഴിയാതെ വണ്ണം പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുമ്പോൾ ക്രിസ്തുവിലൂടെയുള്ള രക്ഷണ്യ പ്രവൃത്തിയിലുള്ള വിശ്വാസത്താൽ പരിശുദ്ധനായ ദൈവവുമായിട്ടുള്ള റെക്കൺസിലിയേഷൻ, അതാണ് നിരപ്പിന്റെ ശുശ്രൂഷ. ആ നിരപ്പിന്റെ ശുശ്രൂഷ ലഭിക്കുന്നത് ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്, അവിടുന്ന് മാത്രമാണ് ഏക മധ്യസ്ഥൻ. അവിടുത്തെ കൂടെ മാത്രം പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ചെല്ലുവാൻ കഴിയുള്ളൂ. മനുഷ്യൻ സ്വതവേ പാപപ്രകൃതത്തിൽ അടിമപ്പെട്ടിരിക്കുന്നവനാണ്. ദൈനംദിന
ശുദ്ധീകരണത്തിലൂടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ദൃഢത വർദ്ധിക്കുകയും യേശുവിനെ പോലെ ആകുവാൻ, അതായത് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലുള്ള വളർച്ചയിലൂടെ അവനോട് അനുരൂപമാകുവാൻ കഴിയും. ഈ ഒരു പരിജ്ഞാനം, നോളജ് നമുക്ക് ലഭിക്കുന്നതിനോട് നാം പ്രതികരിച്ച് ഒരുവൻ ഇറങ്ങി വരികയാണ്, ലോകത്തിന്റെ മാലിന്യം വിട്ടോടി. പക്ഷെ അവൻ വീണ്ടും ഈ എംപ്റ്റി പ്രോമിസസ്, അതായത് നേരത്തെ പറഞ്ഞ വമ്പ് പറയുന്നവരുടെ വാക്കുകൾ കേട്ട് അതിൽ കുടുങ്ങിപ്പോയാൽ അവന്റെ ആദ്യത്തെ സ്ഥിതിയെക്കാളിലും കഷ്ടമായിരിക്കും അവന്റെ ഇപ്പോഴത്തെ സ്ഥിതി. അതാണ് പറയുന്നത്, അവന്റെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനെക്കാളിലും വഷളായി പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വീണ്ടും പറയട്ടെ, സുവിശേഷം എന്ന് പറയുന്നത് രോഗശാന്തി അല്ല. സുവിശേഷം എന്ന് പറയുന്നത് കടം മാറ്റുന്നതല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഭൗതികമായ നിലവാരത്തിലുള്ള വ്യത്യാസമല്ല. സുവിശേഷം ടാർഗറ്റ് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നമാണ്. രോഗത്തിന് സൗഖ്യം പൂർണ്ണമായി മരുന്നിന് കൊടുക്കുവാൻ സാധിക്കത്തില്ല എങ്കിൽ പോലും കുറെ നാള് ഇതൊന്ന് പ്രൊലോങ് ചെയ്യാൻ പറ്റും. അതായത് വേദന സംഹാരി കഴിക്കുന്നതിലൂടെ കുറച്ചു മണിക്കൂറെങ്കിലും വേദനയ്ക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കും. 1 കോടി രൂപ കടമുള്ളവന് വേണ്ടി ഒരു പിരിവെടുത്ത് അവന്റെ ആ കടം മാറ്റാൻ കഴിയും. വസ്തു ഇല്ലാത്തവന് വസ്തു മേടിച്ചു കൊടുക്കാൻ കഴിയും. വിദ്യാഭ്യാസം ഇല്ലാത്തവന് വിദ്യാഭ്യാസം കൊടുക്കാം ഫ്രീ ആയിട്ട്. ആഹാരമില്ലാത്തവൻ ആഹാരം കൊടുക്കാം. മനുഷ്യൻ ഒരു നാളും 1 സെക്കൻഡ് പോലും അവന്റെ പ്രയത്നം കൊണ്ട്, അവന്റെ പ്രവൃത്തി കൊണ്ട് ഒരിക്കൽ പോലും മാറ്റം വരുത്തുവാൻ കഴിയാത്ത മനുഷ്യന്റെ ഏക പ്രശ്നം പാപമാണ്. ആ പാപത്തിന്റെ മരുന്ന് യേശു ക്രിസ്തു മാത്രമാണെന്നുള്ള സന്ദേശമാണ് സുവിശേഷം. അപ്പോ ആ സുവിശേഷം മാത്രമാണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നത്തിനുള്ള പരിഹാരം. ഇത് യഥാർത്ഥത്തിൽ ഒരുവനിൽ വന്ന് അവനിൽ പാപബോധം ഉണ്ടാകുമ്പോഴാണ് അവൻ ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്, അല്ലാതെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലല്ല. അനുഭവങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപക്ഷെ ഒരു രോഗസൗഖ്യം വരാം, അവന്റെ ഭൗതികമായ നിലവാരത്തിന്റെ മാറ്റം ഒരുപക്ഷെ വന്നെന്നിരിക്കാം, അവന് മറ്റ് വിഷയങ്ങൾക്കൊരു പരിഹാരം ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ അവന് യഥാർത്ഥത്തിൽ പരിഹാരം വേണ്ടത് അവന്റെ ഒരേ ഒരു പ്രശ്നം, മനുഷ്യന്റെ ഒരേ ഒരു പ്രശ്നം, അത് പാപം. ആ പാപത്തിന് പ്രശ്നമുണ്ടാകുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള വിടുതലുകൾ മറ്റെല്ലാ മേഖലകളിലും അവന് വരുവാൻ ദൈവം അനുവദിക്കും. ദൈവം അനുവദിക്കുന്ന വിടുതലുകൾ അവനുണ്ടാകും. ഇവിടെ കണ്ടോ, 20-ാം വാക്യത്തിൽ മുതൽ 22-ാം വാക്യം നമുക്ക് ഒരുമിച്ച് അങ്ങ് ധ്യാനിക്കാം. 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ 21-ാം വാക്യം, വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് നല്ലത്. അറിയാതിരിക്കുന്നത് നല്ലത്. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അത്രയ്ക്കും കുഴപ്പമില്ല, അത്രയ്ക്കും കുഴപ്പമില്ല. അറിവില്ലായ്മ ചെയ്തതാ. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള അറിവില്ലായ്മയിൽ ചെയ്തതിനെ ദൈവം കൺസിഡർ ചെയ്തിട്ടില്ല. എന്നാൽ അറിഞ്ഞ ശേഷവും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, കുറവുകൾ വരാറുണ്ട്. അതിന് ദൈവസന്നിധിയിൽ നാം അന്നേരം തന്നെ ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടിയത്, അതിൽ കണ്ടിന്യൂ ചെയ്യുകയല്ല. എന്നാൽ അറിവില്ലായ്മയുടെ കാലത്ത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ, ക്രിസ്തുവിനെ പരിജ്ഞാനം ലഭിക്കുന്നതിന് മുമ്പേ ഈ പാപത്തിൽ നാം തുടരുന്നവരായി. പക്ഷേ അറിവിന് ശേഷം ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പന എന്നത് ഒന്നുകൂടെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പന, ഇതിനെക്കുറിച്ച് യൂദ പറയുന്നത് വിശുദ്ധന്മാർക്കായി ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടതാ. ഇത് ഏതെങ്കിലും ഒരു സംഘടനയോ സഭയോ, മനുഷ്യൻ നിർമ്മിച്ച സഭയോ സംഘടനയോ അവരുടെ സുന്നഹദോസ് കൂടി തീരുമാനിച്ചതല്ല ദൈവവചനത്തിന്റെ പത്യോപദേശം എന്ന് പറയുന്നത്. ഇതിനെ മാറ്റുവാനോ അഴിക്കുവാനോ കൂട്ടുവാനോ കുറയ്ക്കുവാനോ ആർക്കും അനുവാദം ദൈവം കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഏൽപ്പിച്ചു തന്ന വിശുദ്ധ കൽപ്പനകളെ, ആ നീതിയുടെ വഴിയെ അറിഞ്ഞ ശേഷം
അതിനെ വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നതാണ്. അതിനെ കൂടുതൽ അങ്ങോട്ട് വിവരിക്കുന്നില്ല. ഇതൊരു ജനറൽ വാണിംഗ് ആണ്. ഇതൊരു ജനറൽ വാണിംഗ് ആണ്. ഇനി വീണ്ടും ചില ഉപമാനങ്ങൾ അപ്പോസ്തലനായ പത്രോസ് ഇവിടെ കൊടുക്കുന്നു. മുമ്പേ പറഞ്ഞല്ലോ, ഈ 2-ാം അധ്യായത്തിൽ ഒരുപാട് ഉപമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഉപമിച്ചിട്ടുണ്ട്. മേഘത്തെ, അതായത് മേഘത്തോട് ഉപമിച്ചിരിക്കുന്നു, കിണറിനോട്, വെള്ളമില്ലാത്ത കിണറിനോട് ഉപമിച്ചിരിക്കുന്നു, സദ്യക്കടയിലെ പാറ കഷ്ണത്തോടെ ഉപമിച്ചിരിക്കുന്നു. ഇവിടെ വീണ്ടും ഉപമിച്ചിരിക്കുന്നത് എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. അവർക്ക് സംഭവിച്ചു. ആർക്ക് സംഭവിച്ചു? അതായത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ചു, എന്നാൽ വമ്പ് പറയുന്നവരുടെ വമ്പ് കേട്ട് അതിന് പിന്നാലെ പോയവർക്ക് സംഭവിച്ച കാര്യമാണ്. ദൈവവൈതലിന്റെ കാര്യമേ അല്ല പറഞ്ഞു. ഹല്ലേലൂയ. ദൈവവചനം വ്യക്തമായി ആരോടാണ് എന്താണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് പശ്ചാത്തലം ആവശ്യമാണെന്ന് പറയുന്നത്, മനസ്സിലാക്കണം. അതല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. വചനം ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? അതായത് സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നും ആരെ കുറിച്ചാണ് പറയുന്നത്? പ്രാഥമികമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ച ശേഷം ലോകത്തിന്റെ മോഹം വിട്ടുപോയി ഓടി പോയവർ പിന്നെയും തിരിഞ്ഞ് അതിലേക്ക് പോകാൻ തക്കവണ്ണം ഈ തെറ്റിക്കുന്നവരുടെ വാക്കും വമ്പും കേട്ട് പോയവരുടെ കാര്യമായി പറയുന്നത്, ഇവരിത് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അവരെ ഉപമാനം ചെയ്തിരിക്കുന്നത്, ഉപമിച്ചിരിക്കുന്നത് 2 മൃഗങ്ങളോടാണ്. അത് ഒരു പഴഞ്ചൊല്ലാണ്. അത് നമുക്ക് സദൃശവാക്യത്തിൽ കാണാം. സദൃശവാക്യം അതിന്റെ 26-ാം അധ്യായം 11. നായ ഛർജിച്ചതിലേക്ക് വീണ്ടും തിരിയുന്നതും. Proverbs chapter 26 verse 11. മൂഢ തന്റെ ഭോഷത്വം ആവർത്തിക്കുന്നതും തനിക്ക് തന്നെ ജ്ഞാനി എന്ന് തോന്നുന്ന മനുഷ്യനും നീ കാണുന്നുവോ? അവനെ കുറിച്ചുള്ളതിനേക്കാൾ മൂഢനെ കുറിച്ച് അധികം പ്രത്യാശ. അതായത് ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു ഉപമാനം പത്രോസ് എടുത്തിരിക്കുന്നത്? ഇതൊരു പഴഞ്ചൊല്ലാണ്, സദൃശവാക്യത്തിലുള്ളതാണ്. അപ്പൊ പത്രോസിന് അറിയാം ഇത് പഴഞ്ചൊല്ലാണ്, ശലോമോനിലൂടെ എഴുതിയ. ഈ 2 മൃഗങ്ങളും യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ഏറ്റവും അൺക്ലീൻ ആയിട്ടുള്ള മൃഗങ്ങളാണ്, അൺക്ലീൻ ആനിമൽസ്. ഈ 2 മൃഗങ്ങളും അണ്ടർ ദ ലോ ഓഫ് മോസസ്, മോശയുടെ ന്യായപ്രമാണം. മോശയുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ മോശയിലൂടെ ദൈവം കൊടുത്ത ന്യായപ്രമാണം. മോശയുടെ ന്യായപ്രമാണമല്ല, ദൈവത്തിന്റെ ന്യായപ്രമാണം. മോശയിലൂടെ ദൈവം കൊടുത്ത ഈ ന്യായപ്രമാണത്തിൽ വിശുദ്ധം അല്ല അശുദ്ധം എന്ന് പറഞ്ഞിരിക്കുന്ന 2 മൃഗങ്ങളാണ്. ഒന്ന് നായും, 2 ഈ പന്നി. അവര് ഇപ്പൊ പന്നിയെ കുളിപ്പിക്കുക. പന്നി ആരെ കുളിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല. പന്നി അങ്ങനെ ഒരു ജന്തുവാ. പക്ഷെ പന്നിയെ കുളിപ്പിച്ചെന്നിരിക്കട്ടെ, പന്നിയെ കുളിപ്പിക്കുന്നതിന് മുമ്പും ലോ അനുസരിച്ച് അത് അൺക്ലീനാ. കുളിപ്പിച്ച് കഴിഞ്ഞു അത് അൺക്ലീൻ. തിരിച്ചു അതിലേക്ക് നോക്കണം. അതിന്റെ ഉള്ളിലെ പ്രകൃതം മാറാതെ വെളിയിൽ എത്ര കുളിപ്പീര് നടത്തിയിട്ട് കാര്യം, ഉള്ളിലെ പ്രകൃതം മാറിയിട്ടില്ല. നായും അത് തന്നെ നിയമപ്രകാരം അതും അൺക്ലീൻ. ആന്തരിക മാറ്റം ഉണ്ടാകാത്തവർ, ബാഹ്യമായ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ദൈവസഭയ്ക്കകത്ത് കയറുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ധാർമ്മിക ഉപദേശവും ദൈവവചനത്തിന്റെ പഥ്യോപദേശവും തമ്മിൽ വ്യത്യാസമുണ്ട്. ധാർമ്മിക ഉപദേശം എന്ന് പറയുന്നത് 8 സ്റ്റെപ്പ് വിജയിക്കാൻ, 8 സ്റ്റെപ്സ് ടു സക്സസ്. എന്നാൽ ദൈവവചനത്തിന്റെ പഥ്യോപദേശം പരിശുദ്ധനായ ദൈവത്തെ മനുഷ്യനുമായി താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെ മനുഷ്യനെ പരിശുദ്ധനായ ദൈവവുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന്റെ ആ ആകായ്മ അവനും മനസ്സിലാക്കി ദൈവവുമായിട്ടുള്ള അവന്റെ ആ കമ്പാരിസണിൽ അവന്റെ ഒന്നുമില്ലായ്മ അവന് മനസ്സിലാകുമ്പോൾ എപ്രകാരം ദൈവത്തിന്റെ ആ സ്റ്റാൻഡേർഡിലേക്ക് അവന് വരുവാൻ കഴിയുമെന്നുള്ളത് അവനെ ബോധ്യപ്പെടുത്തി അവനെ അതിനെ ശാക്തീകരിക്കുന്ന ആത്മാവിന്റെ ശക്തിക്ക് മുമ്പിൽ അവനെ കീഴ്പ്പെടുത്തി കൊടുക്കുന്നതാണ് പഥ്യോപദേശത്തിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു.
ആമേൻ. സ്തോത്രം. അല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യും. അതിൽ ഒരിക്കലും അവൻ ആന്തരിക മാറ്റം ഉണ്ടാകില്ല. ഇന്ന് നോക്കിയോ പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്ത്യൻഡത്തിൽ കേൾക്കുന്ന മിക്കവാറും മെസ്സേജുകൾ സ്റ്റെപ്പുകളാണ്. അതായത് ഇന്ന ചെയ്യണം, കേൾക്കുമ്പോ പറയോ ഇത് നല്ലതല്ലയോ പറയുന്നേ, വിജയിക്കുവാനുള്ള വഴിയല്ലയോ പറഞ്ഞു തരുന്നേ. അതുകൊണ്ട് ഒരു കാര്യവുമില്ല, മനുഷ്യൻ അത് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആന്തരിക മാറ്റമാണ് പ്രധാനം, വെളിയിലുള്ള കുളിയല്ല പ്രധാനം, വെളിയിലുള്ള മാറ്റമല്ല പ്രധാനം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വെളിയിൽ മാറ്റം വരും, യഥാർത്ഥത്തിൽ അകത്ത് മാറ്റം വന്നാൽ. ഇതിനെക്കുറിച്ച് ഒരു ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് 3 മൃഗങ്ങൾ അവിടെയും ഉദാഹരണം. 1 കഴുകൻ, 2 പാമ്പ്, 3 പുഴു. കഴുകന്റെ കാര്യം നമുക്കറിയാം, കുറെ പ്രായം ജീവിക്കുന്ന, വർഷം ജീവിക്കുന്ന ഒരു ജീവിയാണ്, ഒരു പക്ഷിയാണ് കഴുകൻ. എന്നാൽ ഒരു സർട്ടൺ ഏജ് വരുമ്പോൾ ആ കഴുകൻ ദൂരേക്ക് പറന്നുപോയി പാറയ്ക്ക് അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ പറന്നുപോയി ഇരുന്ന് തന്നെ ചുണ്ടുകൊണ്ട് ആ പഴയ തൂവലുകളെല്ലാം പറിച്ചു കളയും. തന്റെ കൈകളുടെ നഖം ആ പാറമേലിട്ട് ഉരച്ച് അത് ഷാർപ്പൻ ചെയ്യും. തന്റെ ചുണ്ടും അപ്രകാരം തന്നെ വേദനയോടെ തന്നെ ആ പഴയ ചുണ്ട് ആ പാറയിൽ ഉരച്ച് അത് മുഴുവനും കളയും. കുറെ നാൾ അവിടെ ഇരിക്കുമ്പോൾ പുതിയ തൂവലുകൾ വരും, പുതിയ ചുണ്ട് വരും. ഇനിയും ആ കഴുകൻ താഴേക്ക് വരുമ്പോ ആളുകൾ എന്തോ പറയാം, ഒരു വലിയ മാറ്റം കഴുകനിൽ കാണുന്നു. പക്ഷെ വചനം പറയുന്നു, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. ആന്തരിക മാറ്റം സംഭവിച്ചില്ല. ഇപ്പോഴും കഴുകൻ തന്നെ. പുതിയ തൂവൽ വന്നു, പുതിയ ചുണ്ടുമുണ്ട്, പുതിയ നഖവുമുണ്ട്. പക്ഷെ കഴുകന്റെ പാഷന് മാറ്റം വന്നിട്ടില്ലല്ലോ. കഴുകൻ ഇപ്പോഴും കഴുകൻ തന്നെയാ. പാമ്പും ഇതുപോലെയാ. ഒരു ദിവസം പാമ്പ് വിചാരിച്ചു സ്വാഭാവികമായി തന്റെ പടം പൊഴിക്കാം. പടം പൊഴിച്ചപ്പോൾ കാണുന്നവർ പറയുന്നു ഇത് പുതിയ പാമ്പാണ്, ഒരുപാട് മാറ്റം വന്നിട്ട്, ഒരുപക്ഷെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടാവും. പക്ഷേ ആരെങ്കിലും ഇച്ചിരി മണ്ണ് വാരിയിട്ടാലോ ഒന്ന് ചവിട്ടിയാലോ അത് തിരികെ കൊത്തുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും വേണ്ട. കൊത്തിയാൽ അതിന്റെ വിഷമായിരിക്കും ഇറങ്ങുന്നത്. ആന്തരിക മാറ്റം സംഭവിച്ചു. വെളിയിൽ പുത്തനായി, ഇതുപോലെ പുത്തനായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ദൈവസഭകളിലുണ്ട്. പുത്തനാണ്, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഉള്ളിലെ മാറ്റം ഉണ്ടെങ്കിൽ പിന്നെങ്ങനെയാണ് തിരിച്ചു പോകാൻ കഴിയുന്നത്? കുറവുകളില്ലെന്നല്ല പ്രിയമുള്ളവരെ. ഞാൻ വിശ്വസിക്കുന്നു വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. മാറ്റം വരുന്നില്ല എന്ന് നാം പറയുകയാണെങ്കിൽ ഒന്നിൽ നാം വചനത്തോട് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആയി കഴിഞ്ഞു, ഇനിയിപ്പോ മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് യാതൊരു മാറ്റത്തിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ തന്റെ ഇടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെ ആരും ഇല്ല എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ we need to transform. നമുക്ക് മാറ്റം വന്നേ പറ്റൂ. അത് ആ പോയിന്റ് ദൈവത്തിന് അറിയാം. എപ്പോ നമ്മളെ വിളിക്കണമെന്നും എങ്ങനെ വിളിക്കണമെന്നും ദൈവത്തിന് അറിയാം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ യാത്രയുടെ പൂർത്തീകരണം ഉണ്ടാകും. അല്ലാതെ ഒരു 60 വയസ്സാകുമ്പോഴത്തേന് ഇനി പൂർത്തീകരണമായി ഇനിയിപ്പോ ഉള്ള 10, 20, 30 വർഷം റിലാക്സേഷൻ, നോ. നമ്മുടെ അവസാന നിമിഷം വരെയും. അതുകൊണ്ടല്ലേ സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് എന്റെ വായിലെ ഹൃദയത്തിലെ ധ്യാനം അങ്ങേക്ക് പ്രസാദമായിരിക്കണമേ, എന്റെ ജീവിതത്തിൽ വന്നു പോയ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റം വരേണ്ടത് ആവശ്യമുണ്ട്. മാറ്റം വരണമെന്ന് നാം ആഗ്രഹിക്കുന്നു. നമ്മളിൽ കുറവുണ്ടെന്നാണ് നാം അഡ്മിറ്റ് ചെയ്യുന്നത്. അത് വചനം നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യം. അതുകൊണ്ടാണ് 12:1-2 പറയുന്നത്. ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദം പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് പറയുന്നത് അതൊരു ഡെയിലി പ്രോസസ് ആണ്. സാങ്ക്ടിഫിക്കേഷൻ ഇസ് എ ലൈഫ് ലോങ് പ്രോസസ്.
അത് ഒരിക്കലും നിന്നു ആമേൻ. പോകുന്നില്ല. ഒന്നല്ലെങ്കിൽ ഒരു വിധത്തിൽ ദൈവം നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഭവങ്ങളിലൂടെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിലൂടെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. മറ്റുള്ളവരുടെ ഇടപാടുകളിലൂടെ ശുദ്ധീകരിച്ചിലൂടെ, സഭാ ജീവിതത്തിലൂടെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബ ജീവിതത്തിലൂടെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിന്റെ നടത്തിപ്പിലൂടെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ ഒരു സിസ്റ്റമാണ്. അത് ദൈവം തന്റെ ആമേൻ. മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അതിനു മുമ്പിൽ നാം നമ്മെ തന്നെ ഈൽഡ് ചെയ്യുന്നത് അനുസരിച്ചാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ നമ്മളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പരാജയവും ഒരു ശുദ്ധീകരണ പ്രക്രിയ. പരാജയവും ഒരു ശുദ്ധീകരണ പ്രക്രിയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളെ കണ്ട് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മുമ്പിൽ നാം സമർപ്പിക്കുമ്പോൾ അതും ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ദൈവം ഉപയോഗിക്കുന്നു. ആമേൻ. സ്തോത്രം. സ്തോത്രം. ജീവിതത്തിന്റെ വീഴ്ചകൾ ശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങൾ. ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഭവങ്ങളും ശുദ്ധീകരണത്തിന്റെ ഭാഗം തന്നെ ഒരു ദൈവമല്ല സംബന്ധിച്ചിടത്തോളം. എന്നാൽ ആമേൻ. യഥാർത്ഥത്തിൽ ആന്തരികമായ മാറ്റം സംഭവിക്കാതെ ബാഹ്യമായ മാറ്റത്തിൽ മാത്രം ചില അനുഭവങ്ങളുടെ പേരിലൊക്കെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ പ്രഥമ സ്റ്റെപ്പുകൾ മാത്രം അറിഞ്ഞ് എന്നാൽ ചില വമ്പുകൾ കേട്ട് തെറ്റിപ്പോകുന്നവരെ കുറിച്ച് കമ്പയർ ചെയ്യുന്ന ഒരു 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 ഇൻസ്റ്റൻസ് നമുക്ക് മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തമ്പുരാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മത്തായി 12-ാം അധ്യായം 43 മുതൽ 45 വരെയുള്ള വാക്യം. ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം ആ. നേരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോകുന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുൻപിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്ക് താങ്ക് യു. ഇതല്ലേ പത്രോസ് ഇതന്നെയല്ലേ പറയുന്നത്? ഇവന്റെ ആദ്യത്തേത് അവസാനം ആദ്യത്തേക്കാട്ടി കഷ്ടമാകും എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? ഇവൻ അടിച്ചു വാരി ഈ പുള്ളിയെ ഇറക്കിയും വിട്ടതാ. പിന്നെ ഇങ്ങനെ തിരിച്ചു കയറി വരുന്നത്. ഇതാണ് മോറൽ ടീച്ചിങ് നമ്മുടെ ചെയ്യുന്ന ഒരു പ്രശ്നം. ഇതാ കാലിയായി കിടക്കുന്നുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ നാഥനായവനെ പ്രതിഷ്ഠിച്ചിട്ടില്ല. എംപ്റ്റി ചെയ്തു, കാര്യങ്ങളെല്ലാം നടത്തി, ആളെ ഇറക്കിയും വിട്ടു. അതാണ് പറയുന്നത്, ധർമ്മോപദേശത്തിലൂടെ ജീവിക്കുന്ന സന്യാസിമാരുണ്ട്. പാവപ്രകൃതത്തിന് മാറ്റം വന്നിട്ടില്ല. അവർ അവരുടെ ശരീരത്തെ തന്നെ അടിച്ചൊതുക്കി ജീവിക്കുക. ഹിമാലയ സാനുക്കളൊക്കെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ജീവിക്കുന്നവരുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടവരാണോ? അല്ല. ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. യഥാർത്ഥ രക്ഷകനെ കണ്ടുമുട്ടിട്ടില്ല. പക്ഷെ അവർ ധർമ്മ ഉപദേശത്തിലൂടെ ജീവിക്കുന്നവരാ. സ്റ്റെപ്പുകളെല്ലാം പാലിക്കുന്നുണ്ട്. അവരുള്ള പാവപ്രകൃതത്തിന് മാറ്റം വന്നിട്ടില്ല. ഇതുപോലെ ധർമ്മോപദേശത്തിൽ ഒരാളെ നമുക്ക് ഇറക്കി വിടാം. ഏതാ ജീവിതത്തിൽ ഉണ്ടായ ഈ പൈശാചികതയെ ഇറക്കി വിടുക. ഇറക്കി വിട്ട ശേഷം അവൻ തിരിച്ചു വരും. അവൻ തിരിച്ചു വരുന്നത് ഇരട്ടി ശക്തിയോടുകൂടിയാണ്. അതാ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവൻ തിരിച്ചു വരുമ്പോ പറയുന്നത് എന്റെ വീട്ടിലേക്ക് വരുമെന്നാ പറയുന്നത്. അവിടെ പറയുന്നുണ്ട് 44-ാം വാക്യത്തിൽ, ഞാൻ പുറപ്പെട്ടു പോകുന്ന ഇവന്റെ വീട്ടിൽ നിന്നല്ല, എന്റെ വീട്ടിൽ. അവന്റെ അവകാശം മാറിയിട്ടില്ല. മടങ്ങി ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഒരു വിശുദ്ധ ജീവിതം ചെയ്യാൻ കഴിയുന്നത്? ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ഫിൽഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് രണ്ടും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ തരുന്നത് ദൈവവചനമാണ്. ശക്തീകരണവും ഉണ്ട്. എന്നാൽ അതുപോലെ ജീവിക്കാൻ നമുക്ക് ശക്തി തരുന്നത് ആത്മാവാണ്. ശക്തി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ശരീരത്തിലുള്ള മാറ്റമൊന്നുമല്ല കേട്ടോ. സ്റ്റിൽ വി വിൽ ബി വീക്ക് ഇൻ അവർ ബോഡി, ബട്ട് വി ഹാവ് ദ പവർ. അതാണ് പലരും ഈ പരിശുദ്ധാത്മാവ് വരുമ്പോ ശക്തി, പിന്നെ അവന്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല എന്നുള്ളതൊക്കെ വെറും വചന വിരുദ്ധതയാണ്. ശരീരത്തിനൊന്നും മാറ്റം ഉണ്ടാകുന്നില്ല. അമാനുഷികനായി മാറുന്നില്ല. അതുകൊണ്ടാണ് ഏലിയാവിനെ കുറിച്ച് പറയുന്നത്. ഏലിയാവിനോട് നമ്മളെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? പക്ഷെ വചനം കമ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്വഭാവമുള്ള മനുഷ്യൻ തന്നെയാണ്. അവനും ഒരു പ്രശ്നം വന്നപ്പോൾ വീക്കായി മാറിയവനാ. പക്ഷെ അവനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. കാരണം അവനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്വമുണ്ട്. അവൻ ഇന്ന കാര്യങ്ങളൂടെ ചെയ്ത ശേഷം മാത്രമേ ഈ ലോകത്തിൽ നിന്നും അവൻ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, ദൈവത്തിന്റെ മനസ്സിലുള്ള ഒരു ചിത്രമുണ്ട്. അവനെ എങ്ങനെയാണ് തിരികെ വിളിക്കേണ്ടതെന്നോ
പിന്നെ ചൂരച്ചയുടെ തണലിൽ കിടന്ന് മരിക്കേണ്ടവനല്ലെന്നും ദൈവം അവന് കൊടുത്തിരിക്കുന്ന അനാദിലുള്ള ചിത്രമുണ്ട് അവന് വേണ്ടിയുള്ളത്. അവൻ ആമേൻ. രഥങ്ങളാലും അഗ്നിരഥങ്ങളാൽ എടുക്കപ്പെടണമെന്ന് ദൈവം വിചാരിക്കുമ്പോൾ ഒരുവനോട് പ്രാർത്ഥിക്കുക, ഞാൻ എന്റെ പിതാക്കന്മാരെ പോലെ അങ്ങ് പോയേക്കാം. നോ. പക്ഷെ സ്റ്റിൽ അവനൊരു മനുഷ്യനാണ്, അവൻ അമാനുഷ്യനല്ല. ദൈവ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ നമുക്ക് ശക്തി തരിക എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള ശക്തിയല്ല, പാപത്തെ ജയിക്കാനുള്ള ശക്തി, നമ്മുടെ വിൽ പവറിനെ ജയിക്കാനുള്ള ശക്തി, വിശുദ്ധ ജീവിതത്തിനുള്ള ശക്തി, ക്രിസ്തുവിനോട് അനുരൂപതയ്ക്കുള്ള ശക്തി, ഓരോ ദിവസവും വിജയിക്കുവാൻ, പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുവാനുള്ള ശക്തി. അതാണ് യഥാർത്ഥ ശക്തി. സ്തോത്രം. എന്നാൽ ഇത് വാഴിക്കാതെ, വചനം നിറയ്ക്കാതെ, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നടക്കാതെ, മോറൽ ടീച്ചിങ് കൊണ്ട് കുറെ അടിച്ചു വാരിയത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ശക്തിയോടെ, ഇരട്ടി ശക്തിയോടെ അവൻ തിരികെ വരിക. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പ്രാപത്തോട് പ്രാണത്യാഗത്തോളം, അതായത് ജീവൻ പോകേണ്ടി വന്നാൽ എതിർത്ത് നിൽക്കണം. എതിർത്ത് നിന്നിട്ടില്ലെന്നാണ് വചനം പറഞ്ഞത്. എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യം. കർത്താവ് നിന്നതുപോലെ, അപ്പോസ്തലന്മാർ നിന്നതുപോലെ, ആദിമ സഭാപിതാക്കന്മാർ നിന്നതുപോലെ, ഇപ്പോഴും ഭക്തന്മാർ നിൽക്കുന്നത് പോലെ പാപത്തോടെ ത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. എങ്ങനെ അറിയാം നമ്മളിൽ പാപം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്? എങ്ങനെ അറിയാം? കണ്ണാടിയിലേക്ക് നോക്കിയാൽ മതി, ദൈവവചനത്തിലേക്ക് നോക്കിയാൽ മതി. ദൈവവചനം പറഞ്ഞു തരും, ഇന്ന കാര്യങ്ങൾ എന്നിൽ ഇപ്പോഴും കുറവും. അതിനോട് പ്രാണം പോയാൽ പോലും കോംപ്രമൈസ് ഇല്ലാത്ത നിലയിൽ നമുക്ക് എതിർത്ത് നിൽക്കാം. എന്നാൽ ഇവിടെ കാണുന്നത്, മടങ്ങി വരാം പത്രോസിന്റെ ലേഖനത്തിലേക്ക്, രണ്ട് മൃഗങ്ങളുടെ കാര്യം. ആന്തരിക മാറ്റമില്ലാതെ ബാഹ്യമായ ചില മാറ്റങ്ങൾ കൊണ്ട് വിശുദ്ധ ജീവൻ ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ആന്തരിക മാറ്റം ഉള്ളവന് ബാഹ്യമായ മാറ്റം സംഭവിച്ചിരിക്കും. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ദൈവം എന്ന് വെച്ചാൽ ഈ 3-ാം അധ്യായം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ട് നിലയിൽ അതിനെ ചിന്തിക്കാം. ഈ 2-ാം അധ്യായത്തിന്റെ അല്ലെങ്കിൽ ഈ 2-ാം ലേഖനത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കാം. ലേഖനത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താ? ദൈവജനത്തെ തെറ്റിക്കുന്നവർക്കെതിരെയുള്ള വാണിംഗ്. അവർക്കെതിരെയുള്ള വാണിംഗും ദൈവമക്കൾക്കുള്ള വാണിംഗും. ആ രീതി ചിന്തിച്ചാൽ പരിഹാസികൾക്കെതിരെ ഒരു മുന്നറിയിപ്പ് തരിക, അതായത് പരിഹാസികൾ എഴുന്നേൽക്കും എന്നുള്ള മുന്നറിയിപ്പ്. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ വരവ് ആണ് അവന്റെ പ്രതീക്ഷ. ആ നിലയിലും വേണമെങ്കിൽ ഈ 3-ാം അധ്യായം ചിന്തിക്കാൻ സാധിക്കും. എന്നാൽ ഈ 2-ാം അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റ്, അതായത് ഈ 2-ാം ലേഖനത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുമ്പോൾ there is a warning, the warning about the rise of scoffers, അതായത് പരിഹാസികൾ എഴുന്നേൽക്കും. അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമാണ്. അപ്പൊ ഇത് പത്രോസിന്റെ 2-ാം ലേഖനമാണെന്ന് പത്രോസ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത് 2-ാം ലേഖനമാണ്. അവിടെ എന്താ പറയുന്നേ? രണ്ട് പ്രധാന കാര്യങ്ങൾ. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനം ഇട്ട് പണിതിരിക്കുന്നു. അടിസ്ഥാനം അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ. അതിന്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് പുതിയ നിയമം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. രണ്ടാമത്തെ വ്യാഖ്യാനം പ്രവാചകന്മാരെന്ന് പറയുന്നത് പഴയ നിയമവും, അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാൽ അപ്പോസ്തലിക ഉപദേശം പുതിയ നിയമവും. അതിന് ഈ വാക്യം നമുക്ക് ഹെൽപ്പ് ചെയ്യും ആ ഒരു വ്യാഖ്യാനത്തിൽ. അതായത് വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ഇത് ഞാൻ എഴുതുന്ന 2-ാം ലേഖനമാണ്. 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ 2-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ പറയാണ്, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും, ഇനിയും അടുത്തത്, നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്നെ കൽപ്പനയും ഓർത്തുകൊള്ളണം. അപ്പൊ മുൻപറഞ്ഞ വചനങ്ങൾ എന്തുവാ? വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞ ഏതാ? അതാണ് പഴയ നിയമം. അത് പഴയ നിയമമാണ്. The holy prophets found in the Old Testament. And then അവിടെ പറയുന്നത് the teaching of the Lord, കർത്താവിന്റെ വചനം. പുതിയ നിയമത്തെ പറയുന്നത് കേട്ടോ, കർത്താവിന്റെ വചനം. അങ്ങനല്ലേ പറയുന്നേ? കർത്താവും രക്ഷിതാവുമായി തന്ന കൽപ്പന, അതാണ് പുതിയ നിയമം.
പഴയ നിയമം കൽപ്പനയല്ലോ? യെസ്, ഓഫ് കോഴ്സ് ആന്നു. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ സ്പെസിഫിക്കലി പറയുന്നത് കേട്ടോ, അപ്പോസ്തലന്മാർ, അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾപ്പാൻ കൂടി വന്നു. ഇവിടെ കണ്ടോ, അപ്പോസ്തലന്മാരിലൂടെ കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന, അതാണ് പുതിയ നിയമത്തിന്റെ ഉപദേശം. പഴയ നിയമമുണ്ട്, അത് ഹോളി പ്രോഫറ്റ്സ്, വിശുദ്ധ പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ടതാണ്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ, കർത്താവ് ലോർഡ്. ഓർക്കണം, നമ്മൾ പലപ്പോഴും ഈ രക്ഷിതാവെന്ന നിലയിൽ യേശു കർത്താവിനെ നമുക്ക് അംഗീകരിക്കാൻ മനസ്സുണ്ട്, പക്ഷെ കർത്താവെന്ന് എടുത്തെടുത്ത് പറയുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോസ്തലനായ പൗലോസ്. ഹി ഈസ് ദ ലോർഡ്. അതായത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ലോർഡ്ഷിപ്പ്, എന്നാൽ സകലത്തിന്റെയും ലോർഡ് അവിടെ അവൻ മാത്രമാണ്. കർത്താവ് രക്ഷിതാവുമായി തന്ന കൽപ്പന ഓർത്തുകൊള്ളണം. ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ്. അത് ഞാൻ ചിന്തിച്ചപ്പോ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വന്ന ഒരു ദൈവവൈതലിന്റെ മനസ്സിതാ പരമാർത്ഥമായിരിക്കും. പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷിൽ പല വേർഷനിൽ പലതാ പറഞ്ഞിരിക്കുന്നത്. ഇത് NASB എന്ന് പറഞ്ഞ ട്രാൻസ്ലേഷൻ പറഞ്ഞ സിൻസിയർ ഹാർട്ട്. എങ്ങനെ പറഞ്ഞിരിക്കുന്നേ? I am stirring up your sincere mind by the way of reminder. നിങ്ങളുടെ ശുദ്ധ ഹൃദയം. ഇത് വേറെ എവിടെ കാണുന്നറിയാമോ? പൗലോസ് പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. നിങ്ങളുടെ ആ നിർമ്മല ഹൃദയം വിട്ട് നിങ്ങൾ വഷളായി പോകുന്നോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവം എന്നെ സംബന്ധിച്ചുള്ള അവന്റെ ഹൃദയം എന്താ? നിർമ്മലമായിരിക്കും. അവന് ദൈവസന്നിധി പറഞ്ഞു, അവന് വളർച്ച പ്രാപിക്കണമെന്നും അവന് കർത്താവിന്റെ സന്നിധിയിൽ എത്തിച്ചേരണമെന്നും അവന് ക്രിസ്തുവിന്റെ അനുരൂപതയ്ക്ക് വളരണമെന്നും ആ സിൻസിയറിറ്റിയിൽ അവനായിരിക്കും. ഓക്കെ, ഞാൻ അവിടുന്ന് മുന്നോട്ട് പോവാം. അപ്പൊ എന്തൊക്കെ നമ്മൾ അവിടെ കണ്ടേ? ഒന്ന്, പഴയ നിയമത്തിലെ ആ വാണിങ്സും. അവിടെ എന്താ പഴയ നിയമത്തിൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? പുതിയ നിയമ വിശ്വാസത്തെ സംബന്ധിച്ചോളം പഴയ നിയമത്തിൽ എന്ത് കാണാം? അവിടെ ഞാൻ പലപ്പോഴും കളിയാക്കി പറയുന്ന പോലൊക്കെ തോന്നും, പക്ഷെ ഈ പലരും ആക്ട് ചെയ്യുന്നത് ദാവീദിന്റെ കൂട്ടം. കാരണം ആ പുള്ളിക്ക് കിട്ടിയ പരിജ്ഞാനം ദാവീദിന്റെ പരിജ്ഞാനമോ ക്രിസ്തുവിന്റെ പരിജ്ഞാനമല്ല. പലരും ഗോലിയാത്തിനെ പോലെ കമ്മിറ്റിയിൽ ആക്ട് ചെയ്യാൻ കാര്യം പുള്ളി കിട്ടിയ പരിജ്ഞാനം ഗോലിയാത്തിന്റെ പരിജ്ഞാനം. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ നമുക്ക് എന്താ വേണ്ടി? എന്താ നമുക്ക് കിട്ടുന്നത്? പഴയ നിയമത്തിൽ നമുക്ക് കിട്ടുന്ന ഹോളി പ്രോഫിറ്റ്സ് മുഖാന്തരം നമുക്ക് കിട്ടിയ റെവലേഷൻ ദൈവത്തിന്റെ പരിശുദ്ധിയാണ്. ദൈവം ആരാണെന്ന് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കർത്താവിന്റെ ജീവിതത്തിലൂടെ കാണുന്നു എന്ന് നമുക്ക് തോന്നി. ശരിയാണ്, കർത്താവ് ദൈവത്തെ, പിതാവിനെ അത്രയ്ക്കും നമുക്ക് ക്ലോസ് ആക്കി തന്നു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കർത്താവിലൂടെ തന്നെയാണ്. നമുക്ക് നേരിട്ടല്ല, നമ്മൾ നേരിട്ടല്ല. അതൊരിക്കലും മറന്നു പോകരുത്. ഞാൻ അവന്റെ നാമത്തിലാണ് നാം ചെല്ലുന്നത്. യേശുവിന്റെ നാമത്തിലാണ് നമ്മുടെ പ്രാർത്ഥന, യേശുവിന്റെ നാമത്തിലാണ് നമ്മുടെ ശുശ്രൂഷകൾ, യേശുവിന്റെ നാമത്തിലാണ് പിതാവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നത്. എന്നാ പഴയ നിയമത്തിലേക്ക് നോക്കിക്കേ, പ്രവാചകന്മാർ മുഖാന്തരം നമുക്ക് ലഭിച്ച വെളിപ്പാടിൽ, ഫോർ എക്സാമ്പിൾ യെശയ്യാവിന്റെ പുസ്തകം തന്നെ എടുത്തു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 52 വർഷം ഭരിച്ച ഒരു രാജാവിന്റെ പ്രതികരണവും പുതുതായി ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഭക്തന്റെ പ്രതികരണം നമുക്ക് കാണാം. ഈ പരിശുദ്ധനായ ദൈവത്തോടുള്ള ബന്ധം, അവിടെ ദൈവത്തിന്റെ പരിശുദ്ധി കാണാം. ചില ഇൻസ്റ്റൻസിൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ഈ സ്കോഫേഴ്സ്, ഈ പരിഹാസികൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് അപ്പോസ്തലനായ പത്രോസ് കൊടുക്കുന്ന മറുപടി ഉണ്ട്. ചരിത്രത്തിൽ ഈ പരിശുദ്ധനായ ദൈവം ഇടപെട്ട ചില ഇടപെടലുകളുണ്ട്. അവന്റെ പരിശുദ്ധിയെ വയലേറ്റ് ചെയ്തപ്പോൾ, മനുഷ്യൻ പാപമുഖാന്തരം വയലേറ്റ് ചെയ്തപ്പോൾ ദൈവം പ്രതികരിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ അതിനെ അങ്ങ് നിസാരവൽക്കരിച്ചിട്ട് പറയുക, അയ്യോ ഇതൊക്കെ പ്രകൃതിയുടെ മാറ്റാ, ഇതൊക്കെ നമ്മള് ഭൂമി ദേവിയെ വേണ്ടും വണ്ണം ശുശ്രൂഷിക്കാത്തത് കൊണ്ടും മല കയ്യേറിയത് കൊണ്ടും ഒക്കെ സംഭവിക്കുന്ന
മാറ്റങ്ങളാ. ഇതൊന്നും ദൈവത്തിന്റെ ഇടപെടലുകളേ അല്ല. അങ്ങ് ഇടപെടലുകളാണ് പറഞ്ഞവനെ കണ്ടം ചെയ്യും ആൾക്കാർ. ആ നിലയിലാണ് ഇന്ന് ക്രിസ്ത്യൻത്തിലും ആൾക്കാരുള്ളത്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ഇടപെടലുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാം. നോഹയുടെ സമയത്തുണ്ടല്ലോ, അതും ഭൂമിയുടെ മാറ്റം സംഭവിച്ചതുകൊണ്ടാണ്. സ്തോത്രം. ജഡ്ജ്മെന്റ് ദൈവം എപ്പോഴും അയക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിക്ക് അനുസരിച്ചാ, അല്ല നമ്മുടെ അഭിപ്രായം അനുസരിച്ചല്ല. കാണിക്കുന്ന ദൈവം ചെയ്യുന്ന ആ ജഡ്ജ്മെന്റ് മനസ്സിലാക്കാൻ ഒരു ഭക്തനെങ്കിലും കഴിയണ്ടേ, ഒരു ദൈവത്തിലെങ്കിലും കഴിയണ്ടേ. ജനത്തിനോ അത് കഴിയുന്നില്ല, അവർക്കത് മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് അത് സയന്റിഫിക് ആണ്, അത് എർത്തിന്റെ മാറ്റങ്ങളാണ്, അത് എർത്തിന്റെ ഫൗണ്ടേഷനിൽ വന്ന മാറ്റമാണെന്നൊക്കെ പറഞ്ഞ് കുറെ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് അതിനെ സാധൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പഴയ നിയമ ചില ചരിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ദൈവം ചിലയിടത്തൊക്കെ ചില ഇന്റർവെൻഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണാമല്ലോ. ലോത്തിന്റെ സമയത്ത് കാണാം, നോഹയുടെ സമയത്ത് കാണാം. മുമ്പോട്ട് വരുമ്പോഴൊക്കെ ദൈവത്തിന്റെ ഇന്റർവെൻഷൻ നമുക്ക് കാണാം. ഈ യുണൈറ്റഡ് ടെസ്റ്റിമോണി നമുക്കുണ്ട്. ഏതാ? പഴയ നിയമത്തിൽ നിന്നുള്ള ഭക്തന്മാരായ പ്രവാചകന്മാരുടെ ടെസ്റ്റിമോണി, സാക്ഷ്യം. പുതിയ നിയമത്തിൽ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവ് അപ്പോസ്തലന്മാരുടെ തന്ന ടെസ്റ്റിമോണി, സാക്ഷ്യം. ഇതെന്താ നമ്മെ കാണിക്കുന്നത്? രണ്ട് കാര്യം പ്രധാനപ്പെട്ട്. ഒന്ന് മനുഷ്യന്റെ ഉള്ള അവസ്ഥ, രണ്ട് ദൈവത്തിന്റെ ആ പരിശുദ്ധി. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ശരിയായി വന്നോളൂ. എന്നാൽ ഇത് അറിയാത്ത ഒരു കൂട്ടരുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ഈ പരിഹാസികൾ. അവർക്കിതറിയില്ല. അവർ പറയുന്നത് അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെ? ചോദിക്കുക. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ ഇപ്പോഴും ഉണ്ടെല്ലാം, എല്ലാം ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് കിടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോട് അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുകയും. എന്താ അവർ ചോദിക്കുന്നേ? അവർ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ. അവർ ചോദിക്കുന്നത് അവരുടെ നോട്ടത്തിനനുസരിച്ച് ഈ പണ്ടത്തെ കാലം ഇന്ന് സംഭവിക്കുന്ന സംഭവങ്ങളും ചരിത്രത്തിൽ നടന്ന് സംഭവിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരുപോലെയാണ് അവർക്ക് കാണുന്നത്. അവര് നോക്കുമ്പോൾ ഇതൊക്കെ പ്രകൃതിയുടെ മാറ്റമാണെന്ന് പറഞ്ഞ് അവരതിനെ ഒതുക്കി വിടുക. അവർ നോക്കുമ്പോൾ ഇത് എല്ലാം സയന്റിഫിക്കലായിട്ടാണ് അവർ കാണാൻ കഴിയും. എന്നിട്ട് അവർ പറയുന്നത് കർത്താവിന്റെ വരവിന്റെ പ്രത്യക്ഷത എന്തി, അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എന്തി. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് മുന്നോട്ട് പോകാം. തിമോഥെയോസിന് 1 ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇക്കൂട്ടരെ പറ്റി പറയുന്നു. ഞാൻ പെട്ടെന്ന് വായിക്കാം. എന്നാൽ ഭാവി കാലത്ത് എന്ന് പറയുന്നത് 62-64 കാലയളവിലായി ഇത് എഴുതിയത്. അപ്പൊ 64 കാലയളവിൽ തിമോഥെയോസിന് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് ഫ്യൂച്ചറിൽ ചില കാര്യങ്ങൾ സംഭവിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. താഴോട്ട് എങ്ങനെയൊക്കെയാണെന്ന് അവിടെ പറയുന്നു. അവർ സ്വന്തം മനസ്സാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നു എങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ഓക്കെ, ആ വിഷയങ്ങളൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതാണ്. പക്ഷെ 1-ാം വാക്യത്തിലെ ആ വാണിംഗ് നമ്മൾ ശ്രദ്ധിക്കണം. അന്ത്യകാലത്ത് അല്ലെങ്കിൽ ഭാവി കാലത്ത് ചില ഭൂതങ്ങളുടെ ആത്മാക്കളെ ആശ്രയിച്ച് ചിലർ ചെയ്യുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത്, ഈ പരിഹാസികൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേർ ഈസ് ദ പ്രോമിസ് ഓഫ് ഹിസ് കമിങ്സ്? അവന്റെ വരവിന്റെ, അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എന്തി? അല്ലെങ്കിൽ വേർ ഇസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഹിസ് പ്രോമിസ്? അവന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തി എന്തി? പക്ഷെ ഈ കമ്മിങ്, ഈ വരവ് എന്ന് പറയുന്നത് ഏതിനെ കുറിച്ചാണ്? കാരണം ഇവർ പരിഹാസികളാണ്, ദൈവമക്കളാണ്. ഈ പരിഹാസികളും കർത്താവിന്റെ വരവും തമ്മിൽ എന്ത് ബന്ധം? അവർക്ക് കർത്താവിന്റെ വരവിൽ എന്ത് പ്രത്യക്ഷ അല്ലെങ്കിൽ പ്രതീക്ഷയുണ്ടോ? എന്താണ് അവരത് പറയുന്നത്? തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള ഭാഗം കർത്താവ് തന്നെ
ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ അതിനെക്കുറിച്ചാണോ ഇവർ ഈ പറയുന്നത്? അതോ തെസ്സലോനിക്കർ 1-3 എഴുതിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണോ അവർ പറയുന്നത്? കർത്താവിന്റെ വരവ്, പ്രത്യക്ഷത, ഇതിനെക്കുറിച്ച് ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടും ദൈവം എന്തുകൊണ്ട് ഇടപെടാത്തെന്ന് അവർ ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നത് പോലെ ആണെങ്കിൽ, അതായത് നിങ്ങൾ പറയുന്നുണ്ട് ഒരു സഹസ്രാബ്ദ വാഴ്ചയൊക്കെ ഉണ്ട്, അതിനുശേഷം ഈ കാണുന്നതിനെ എല്ലാം ചുട്ടഴിയാനായി ദൈവം വെച്ചിരിക്കുക, പുതിയ ആകാശം പുതിയ ഭൂമിയൊക്കെ സംഭവിക്കാൻ പോവുകയാണെന്നുള്ള കുറെ പ്രസംഗങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യും ചോദിക്കുക. ഇങ്ങനെ ചോദിക്കാം, നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നവർ ഞങ്ങളെ ത്രട്ടൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ മതി, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ അവര് ചോദിക്കുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാരും അവരുടെ പിതാക്കന്മാരുടെ മുമ്പിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഒരു പ്രശ്നമില്ലാതെ കാര്യം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവര് വസ്തുതകളുടെ വെളിച്ചത്തിലാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്. വസ്തുതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി ചിന്തിക്കുക. ഒരു ദൈവവേദന ലോജിക്കലി ചിന്തിക്കണം. തീർച്ചയായിട്ടും വസ്തുതകൾ നമ്മൾ കണ്ടില്ലെന്ന് പറഞ്ഞ കണ്ണടച്ചിരുട്ടാക്കിയല്ല. പക്ഷെ നമ്മുടെ ചിന്ത അതിനപ്പുറമാണ്. വസ്തുതകൾക്കപ്പുറം നമ്മുടെ ചിന്ത സത്യം എന്താണ്? വസ്തുതയെല്ലാം സത്യമാണെന്നില്ല. കാരണം വസ്തുതയ്ക്ക് അപ്പുറമാണ് സത്യം. ട്രൂത്ത് ഈസ് ബിയോണ്ട് അവർ ലോജിക്. ലോജിക്കലി എല്ലാം മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ല. കർത്താവ് എന്തുകൊണ്ടാണ് ഇടപെടാത്തെ? ഈ പറയുന്ന മില്ലേനിയം അല്ലെങ്കിൽ ആ വാഴ്ചയൊക്കെ എന്ത് ചെയ്യേ? ഇത്ര ഈവിള് ദൈവം അനുവദിച്ചോ? അങ്ങനെയാണ് ദൈവത്തിന്റെ കൺട്രോൾ എവിടെ? ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുക. അവര് പറയുന്നതും ഇത് തന്നെ അവസ്ഥ. സിൻസ് ദ ഫാദേഴ്സ് ഫെൽ അസ്ലീപ് ഓൾ തിങ്സ് കണ്ടിന്യൂ ആസ് ദേ വെർ ഫ്രം ദ ബിഗിനിങ്. അവർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അതായത് ഭൂമി സ്ഥിരമായ ഒരു നിയമത്തിനനുസരിച്ച് പോവുക, അമാനുഷിക ഇടപെടലുകളൊന്നും അതിനകത്തൊന്നും ഇല്ല. ഇത് പ്രകൃതിദത്തമായി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതിന് ഒരു വിശദീകരണം ഉണ്ടതാനോ എന്നാണ് അവർ പറയുന്നത്. അതാണ് അവർ പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു അനർത്ഥം സംഭവിക്കുമ്പോൾ അവർ പറയുന്നത് അത് പ്രകൃതിയെ നമ്മൾ വയലേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഈയിടെ നടന്ന ഒരു വലിയ അനർത്ഥം നമ്മുടെ നാട്ടിൽ, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞോ ഇതിനകത്ത് ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു കരമുണ്ടോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവനെ ആ മണ്ണിനകത്ത് കുഴിച്ചു മൂടും. കാരണം അങ്ങനെ പറയാൻ പാടില്ല. പണ്ട് കർണാടകയിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ അവിടുത്തെ മന്ത്രിയായ ഒരു മലയാളി മന്ത്രിയുണ്ട്. അദ്ദേഹം പറഞ്ഞു ദൈവത്തിന്റെ കരമാണ്. പുള്ളിയെ അപ്പൊ ക്രൂശിച്ചു. ശരിയാ, നമ്മൾ പറയുമ്പോൾ വിവേകത്തോടും ഒക്കെ പറയണമെങ്കിലും ഒരു ദൈവ പൈതലും മനസ്സിലാവും there is something. ദൈവത്തിന്റെ കൺട്രോൾ ഇല്ലാതെ, അവന്റെ പരമാധികാരമില്ലാതെ, അവന്റെ ഇച്ഛയില്ലാതെ, അവന്റെ അനുവാദമില്ലാതെ ഒന്നും ഈ ഭൂമി സംഭവിക്കുന്നില്ല. പക്ഷെ ചില ഇടങ്ങളിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ ചരിത്രത്തിലേക്ക് നോക്കിയ വചനത്തിൽ തന്നെ അതിന് ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇവര് പറയുന്നത് സ്കോഫേഴ്സ്, പരിഹാസികൾ പറയുന്നത് അതൊന്നും അല്ല, ഇതെല്ലാം പ്രകൃതിയിലുള്ളതാണ്, പ്രകൃതിയുടെ മാറ്റങ്ങളാണ്, ഇത് കാലാവസ്ഥ വ്യതിയാനമാണ്, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്, എല്ലാത്തിനും നമുക്ക് എക്സ്പ്ലനേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആ സയൻസ്, ദൈവത്തിന്റെ ആ ലക്ഷണങ്ങളെ അവർ പരിഹസിച്ച് തള്ളുന്നു. 5-ാം വാക്യം. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിക്കായും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളഞ്ഞു. അവർക്ക് അറിയാൻ വേണ്ട കാര്യമൊന്നുമല്ല, ഇത് മനസ്സോടെ മറന്നു കളയും. ദൈവം ഇടപെട്ടിരിക്കും നിശ്ചയം, അത് യാതൊരു സംശയം വേണ്ട. ഒന്നാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ സയന്റിഫിക് ആയിട്ടൊരു ബുക്ക് അല്ലെങ്കിലും ഇതിനകത്ത് സയൻസ് ഉണ്ട്. എന്താ എഴുതിയെന്ന് അറിയാമോ? ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. നമുക്ക് ആദ്യ പിന്നെ ചാപ്റ്റേഴ്സിൽ തന്നെ എഴുതിയിട്ടുണ്ട് 71% ഓഫ് എർത്ത് സർഫസ് ഈസ് കവേർഡ് ഇൻ വാട്ടർ. അതായത് ഭൂമിയുടെ 71% വെള്ളത്തിൽ നിന്ന് ഉളവായതാ ഭൂമി. അതുണ്ടല്ലോ, കര ഒരു സൈഡിലേക്ക് മാറട്ടെ, വെള്ളം ഒരു സൈഡിലേക്ക് മാറട്ടെ എന്ന് ദൈവം വിഭാഗിച്ചതാണ്.
Amen. വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നതിനെ കരയെ കൊടുത്തതാ. ഇനി മാത്രമല്ല 96.5% വെള്ളം ഓഷനകത്തും, 96% അതൊന്ന് ചരിഞ്ഞാൽ മതി, ജപ്പാന് സംഭവിച്ചോളൂ സംഭവിക്കും. ഇതൊക്കെ ദൈവം ഹോൾഡ് ചെയ്തിരിക്കുന്നു. Hallelujah. ഇത് ഈ പരിഹാസികൾക്ക് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവും? ഇല്ല. ദൈവവചനം പറയുന്നു, വെള്ളത്തിൽ നിന്നുളവായതാ ഭൂമി. അത് വെള്ളം കൊണ്ട് തന്നെ ദൈവം നശിപ്പിച്ചിട്ടുണ്ട്. Hallelujah. ഇനി തീ കൊണ്ട് നശിപ്പിക്കും. അതാ പത്രോസിന്റെ മറുപടി. പരിഹാസികൾക്കുള്ള മറുപടിയാ. Hallelujah. പിന്നെ ആ കോണ്ടെക്സ്റ്റിലാണ് ഈ 1000 വർഷം ഒരു ദിവസം പോലെ ഇരിക്കുന്നൊക്കെ ഉള്ള ആ വാക്യം നമ്മൾ വായിക്കേണ്ടത്. കാരണം അത് അവിടെ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ 1000 പോലെ ദീർഘക്ഷമ കാണിക്കാൻ ദൈവത്തിന് കഴിയും. കാരണം ഗാഡ് ഈസ് ടൈംലെസ്. അവൻ സമയത്തിലല്ല വസിക്കുന്നത്. സമയം നമുക്ക് വേണ്ടിയുള്ളത്. നമുക്ക് ഈ ഒരു വർഷവും ഒരു ദിവസവും 1000 വർഷവും ഒക്കെ. ദൈവത്തിന് സമയമില്ല. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. ദൈവത്തിന് ഇഷ്ടമുള്ളപ്പോൾ പ്രവർത്തിക്കും. ദൈവം ന്യായമായത് ചെയ്യും. അതിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അവന്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 ദിവസം പോലെയും 1000 ദിവസം ഒരു ദിവസം പോലെയും. അപ്പൊ പരിഹാസികൾ ചോദിക്കുക, എന്ത് ചെയ്യാൻ പ്രത്യക്ഷയുടെ വാദത്വം എന്തിയെ? പിതാക്കന്മാരുടെ സമയത്ത് പോലെ തന്നെ ഇപ്പോഴെല്ലാം ഇരിക്കുന്നു. ഓക്കെയാ? നോ, ഓക്കെ അല്ല. വചനം പറയുന്നു ഓക്കെ അല്ല. ചരിത്രം പറയുന്നു ഓക്കെ അല്ല. പത്രോസ് പറയുന്നു ഓക്കെ അല്ല. ഇത് ഭൂമി എന്ന് പറയുന്നത് വെള്ളത്തിൽ ഉളവായതാ. അതിനെ ഒരു ദിവസം വെള്ളം കൊണ്ട് നശിപ്പിച്ച ദൈവം ഇനി ഇത് തീക്കായിട്ട് സൂക്ഷിച്ചേക്കുക. കാരണം ദൈവത്തിന് ഒരു ദിവസം 1000 ദിവസം പോലെ, 1000 ദിവസം ഒരു ദിവസം പോലെയാ. അവന്റെ സന്നിധിയിൽ ഹീസ് ടൈംലെസ്. നമുക്കെന്താ ഹീസ് ടൈംലെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ യഥാർത്ഥ ഒരു ദൈവ ഏണിങ്ങോടെ കാത്തിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇൻസ്റ്റന്റ്ലി അവൻ വരാം. കാരണം അവന് ടൈമില്ല. ഹീസ് ടൈംലെസ്. അവൻ സമയത്തിനപ്പുറം ജീവിക്കുന്നവൻ. ബട്ട് അവൻ തക്ക സമയത്ത് വെളിപ്പെടും. അവൻ തക്ക സമയത്ത് ഇറങ്ങി പ്രവർത്തിക്കും ഒരു ദൈവത്തിന് വേണ്ടി. ഇതെല്ലാം അവന് ഒരു സെക്കൻഡ് പോലും വേണ്ട. ആ ഒരു വലിയ കാഴ്ചപ്പാട് എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ പീസ്ഫുള്ളായി നമുക്ക് ജീവിക്കാൻ കഴിയും. ബിക്കോസ് ഹീസ് ടൈംലെസ്, ഹീസ് ഏജ്ലെസ്, ഹീസ് ഇറ്റേണൽ. അവൻ സമയത്തിന് അപ്പുറത്ത് ജീവിക്കുന്നവനാ. അവന്റെ പ്രവൃത്തിക്കൊന്നും മനുഷ്യന് പരിധി വെച്ചൊന്നും അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അതിനപ്പുറം ലോജിക്കിനപ്പുറം ട്രൂത്താണവൻ, സത്യമാണവൻ. മനുഷ്യൻ വസ്തുതകളുടെ വെളിച്ചത്തിൽ കാര്യങ്ങളെ കാണുമ്പോൾ വസ്തുതകളെ തിരസ്കരിക്കാതെ തന്നെ സത്യം കാണാൻ ഒരു ദൈവത്തിന് കഴിയുന്നു. പരിഹാസികൾ പരിഹസിക്കട്ടെ. ദൈവജനത്തെ തെറ്റിക്കുവാൻ നടക്കേണ്ടവർ അങ്ങ് നടക്കട്ടെ. പക്ഷെ നമുക്ക് ഉറപ്പോടെ നിൽക്കാം. ദൈവം അതിന് നമുക്ക് കൃപ ചെയ്യട്ടെ. ബാക്കിയുള്ള വചനങ്ങൾ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു സമയത്ത് ചിന്തിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.